നമ്മൾ ഏതെങ്കിലും ഒരു ജോലിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് തന്നെ നമ്മൾ ജനിച്ച നാട്ടിൽ ഒരു വീട് അങ്ങോട്ട് വെക്കുകയാണ്. ആക്ച്വലി ആ ഒരു വീട്ടിൽ നമുക്ക് താമസിക്കാനായിട്ടുള്ള സാഹചര്യമില്ല. നമ്മൾ ജോലി ചെയ്യുന്നത് വേറെ ഏതോ സ്ഥലത്താണ്, അവിടെ വാടകയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത്. നാട്ടിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നാട്ടിലൊരു വലിയ വീട് കെട്ടിയിട്ടിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ നമ്മൾ EMI അടയ്ക്കണം, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് വാടക അടയ്ക്കണം. ഈ രണ്ട് എക്സ്പെൻസുകൾ നിങ്ങളുടെ ഹൗസിംഗ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് മാത്രമാണ് സ്പെൻഡ് ആവുന്നത്. ചില ആളുകൾ നാട്ടിലൊരു വണ്ടിയൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ വണ്ടിയുടെ EMI ഇവിടെ അടയ്ക്കണം, നിങ്ങളുടെ അവിടെ ഉപയോഗിക്കുന്ന വണ്ടിയുടെ EMI അടയ്ക്കണം. നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസിൽ വെറുതെ അനാവശ്യമായിട്ട് കുറേ ചിലവുകൾ വന്ന് കയറുകയാണ്. ഈ രണ്ട് വണ്ടികൾക്കും ഇൻഷുറൻസ് ഉണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്, ഡിപ്രിസിയേഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ 50 ലക്ഷം രൂപ നിങ്ങൾ 25 വർഷത്തേക്ക് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് പറഞ്ഞാലും 1 കോടി അടുത്ത് വരാറുണ്ട്. മിനിമം 1 കോടിയെങ്കിലും അടുത്ത് വരാറുണ്ട്. അപ്പോൾ 50 ലക്ഷം രൂപ നിങ്ങൾ ഇത്ര വർഷം കൊണ്ട് ബാങ്കിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ എത്രയോ വാഹനങ്ങൾ നിങ്ങൾ മാറുന്നുണ്ട്. ഇതെല്ലാം പുരോഗതി ആർജിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന പണികളാണ്. ഇത്രയധികം പലിശ കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോവാതിരിക്കുന്നത്?